സൗദിയിൽ മധുരപാനീയങ്ങൾക്ക് അവയിലെ പഞ്ചസാരയുടെ അളവിനനുസരിച്ച് നികുതി ചുമത്തുന്ന രീതി നടപ്പിലാക്കുന്നു. പാനീയങ്ങളിലെ പഞ്ചസാരയുടെ തോതനുസരിച്ചുള്ള നികുതി നയം അടുത്ത വർഷം ജനുവരി 1 മുതൽ പ്രാബല്യത്തിലാകുമെന്ന് വ്യവസായ മന്ത്രി വെളിപ്പെടുത്തി. പൊതുജനാരോഗ്യ സംരക്ഷണവും പഞ്ചസാര ഉപയോഗവും കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടാണ് പുതിയ നയം നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മധുരപാനീയങ്ങൾക്ക് അടുത്ത വർഷം ജനുവരി 1 മുതൽ പുതിയ നികുതി ഘടന നിലവിൽ വരുമെന്ന് വ്യവസായ ധാതുവിഭവ മന്ത്രി ബന്ദർ അൽ ഖുറൈഫ് വെളിപ്പെടുത്തി. വ്യവസായികൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കും ഇതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ സമ്മിറ്റിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മധുരപാനീയങ്ങൾക്ക് സെലക്ടീവ് നികുതി എന്ന നിലവിലെ രീതിശാസ്ത്രം പരിഷ്കരിച്ചാണ് പുതിയ നയം നടപ്പിലാക്കുന്നത്. റെഡി ടു ഡ്രിങ്ക് പാനീയങ്ങളിൽ ഓരോ 100 മില്ലിയിലും അടങ്ങിയിരിക്കുന്ന മൊത്തം പഞ്ചസാരയുടെ അളവ് നിർണ്ണയിച്ചാണ് നികുതി മൂല്യം കണക്കാക്കുക. ഇതിനായി ഗ്രാജുവേറ്റഡ് ബ്രാക്കറ്റുകൾ നിർണ്ണയിച്ചു നൽകും. നികുതിക്ക് വിധേയമായ പാനീയത്തിന്റെ ചില്ലറ വിൽപ്പന വിലയുടെ 50% കണക്കാക്കിയാണ് നികുതി നിർണ്ണയിക്കുന്നത്. പഞ്ചസാര, കൃത്രിമ മധുര ഉൽപ്പന്നങ്ങൾ, മധുര പലഹാരങ്ങൾ ചേർത്തതും പാനീയമായി ഉപയോഗിക്കുന്നതിനായി ഉൽപ്പാദിപ്പിക്കുന്നതുമായ മറ്റു ഉൽപ്പന്നങ്ങൾ, റെഡി ടു ഡ്രിങ്ക് പാനീയങ്ങൾ, കോൺസെൻട്രേറ്റുകൾ, പൗഡറുകൾ, ജെല്ലുകൾ, എക്സ്ട്രാക്റ്റുകൾ, പാനീയമാക്കി മാറ്റാൻ കഴിയുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള ഖരപദാർത്ഥങ്ങൾ എന്നിവ പുതിയ നികുതി ഘടനയുടെ ഭാഗമാകും. നൌഷാദ് രിക്കൂർ, മീഡിയ 1, ദമ്മാം.